അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5ാം ക്ലാസ്സിലെ തജ്വീദിൻ്റെ 3ാമത്തെ പാഠം അദ്ദർസു സാലിസ്, പാഠം 3. ആദാബു തിലാവത്തിൽ ഖുർആൻ. ആദാബു തിലാവത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണത്തിൻ്റെ മര്യാദകൾ. ഇതിനെക്കുറിച്ചാണ് ഈ പാഠം പ്രതിപാദിക്കുന്നത്. ഖുർആൻ പാരായണത്തിന് ചില മര്യാദകളുണ്ട്. അവ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. നാം എല്ലാം ഖുർആൻ പാരായണം ചെയ്യുന്നവരും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണല്ലോ. നാം എല്ലാം ഖുർആൻ പാരായണം ചെയ്യുന്നവരും കേൾക്കാൻ ഇഷ്ടമുള്ളവരുമാണല്ലോ. നമ്മിൽ എത്ര പേർ മര്യാദകൾ പാലിച്ച് ഖുർആൻ ഓതാറും കേൾക്കാറുമുണ്ട്? ഖുർആൻ ഓതുന്നവനും കേൾക്കുന്നവനും പാലിക്കേണ്ട ധാരാളം മര്യാദകളുണ്ട്. ഖുർആൻ ഓതുന്നവനും കേൾക്കുന്നവനും പാലിക്കേണ്ട ധാരാളം മര്യാദകളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഖുർആൻ ഓതുന്നവൻ്റെ ശരീരവും വസ്ത്രവും ഓതുന്ന സ്ഥലവും ശുദ്ധിയുള്ളതായിരിക്കുക. ഖുർആൻ ഓതുന്നവൻ്റെ ശരീരവും വസ്ത്രവും ഓതുന്ന സ്ഥലവും ശുദ്ധിയുള്ളതായിരിക്കുക. ഖിബിലയിലേക്ക് തിരിയുക, തലമറക്കുക, സുഗന്ധം ഉപയോഗിക്കുക, മിസ്വാക്ക് ചെയ്യുക, അഊദും ബിസ്മിയും കൊണ്ട് തുടങ്ങുക. തൗബ സൂറത്തിൽ ബിസ്മി ഓതരുത്. അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയിലും താഴ്മയോടെയും ഭയഭക്തിയോടെയും പാരായണം ചെയ്യുക. അർത്ഥം ചിന്തിച്ച് സാവധാനം പാരായണം ചെയ്യുക. മനോഹരമായ ശബ്ദത്തിലും ശൈലിയിലും പാരായണം ചെയ്യുക. മനോഹരമായ ശബ്ദത്തിലും ശൈലിയിലും പാരായണം ചെയ്യുക. സജദയുടെ ആയത്തുകൾ ഓതിയാൽ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുക. സുജൂദ് ചെയ്യാൻ സാധ്യമായില്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 4 തവണ ചൊല്ലുക. ഓത്ത് കേൾക്കുന്നവർ പാലിക്കേണ്ട ചില മര്യാദകൾ. 1. ശ്രദ്ധയോടുകൂടി കേൾക്കുക. ശ്രദ്ധയോടെ കേൾക്കുക. 2. അർത്ഥം ചിന്തിച്ച് അതിലുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കുക. അർത്ഥം ചിന്തിച്ച് അതിലുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കുക. 3. സജദയുടെ ആയത്തുകൾ കേട്ടാൽ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുക. 4. ഓതുന്നവൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് തമാശ, ചിരി, അന്യസംസാരം പോലെയുള്ളവ ഒഴിവാക്കുക. ഇനി നമുക്ക് തദ്രീബാത്തിലേക്ക് കടക്കാം. തദ്രീബാത്തിലുള്ള 1ാമത്തെ ചോദ്യം: നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പതിവായി പാലിക്കുന്ന 5 മര്യാദകൾ എഴുതുക. ഖുർആൻ ഓതുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ടല്ലോ. ആ മര്യാദകളിൽ നിന്ന് 5 എണ്ണം നമ്മൾ എഴുതണം. നമുക്ക് എന്തെല്ലാം നമുക്ക് കഴിയും? ഖിബിലയിലേക്ക് തിരിയാൻ കഴിയും, തലമറക്കാൻ കഴിയും, സുഗന്ധം ഉപയോഗിക്കാൻ കഴിയും, മിസ്വാക്ക് ചെയ്യാൻ കഴിയും, അഊദും ബിസ്മി കൊണ്ട് തുടങ്ങാൻ കഴിയും. സൂറത്ത് തൗബ അല്ലെങ്കിൽ അവിടെ മാത്രമാണ് അഊദും ബിസ്മി ഓതേണ്ടത്. തൗബയാണെങ്കിൽ ബിസ്മി ഓതരുത്, അഊദ് മാത്രമാണ് ഓതേണ്ടത്. പിന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത, താഴ്മ, ഭയഭക്തി ഇവയൊക്കെ ഉണ്ടാവുക. അതേപോലെ തന്നെ ശുദ്ധിയോടുകൂടി നമ്മൾ ഓതുക. ഖുർആൻ ഓതുന്നവൻ്റെ ശരീരം, വസ്ത്രം, ഓതുന്ന സ്ഥലം ശുദ്ധിയുള്ളതായിരിക്കുക. ഇങ്ങനെയുള്ളവയിൽ നിന്ന് നമുക്ക് പറ്റുന്ന ഏതൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ പാലിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. ഏറ്റവും ചുരുങ്ങിയ ഏതെങ്കിലും മര്യാദകളെങ്കിലും നമ്മൾ പാലിക്കണം. ഖിബിലക്ക് മുന്നിടുന്ന ഭാഗം, തലവറക്കൽ, സുഗന്ധം ഉപയോഗിക്കൽ, മിസ്വാക്ക് ചെയ്യൽ, അഊദും ബിസ്മിയും കൊണ്ട് തുടങ്ങൽ, അള്ളാഹിനെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാവുക, താഴ്മയുണ്ടാവുക, ഭയഭക്തി ഉണ്ടാവുക, ശുദ്ധി ഉണ്ടാവുക. ഇതൊക്കെ നമുക്ക് പറ്റാവുന്ന ചില കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ കൊണ്ടുവരിക. തദ്രീബാത്തിൻ്റെ 2ാമത്തെ ഭാഗം: ശരിയും തെറ്റും രേഖപ്പെടുത്തുക. ശരിയുള്ളതിന് ശരിയെന്നും തെറ്റിന് തെറ്റെന്ന് രേഖപ്പെടുത്തുക. ഭക്തിയോടെ പാരായണം ചെയ്യുക. ശരിയാണ്. ഭക്തിയോടെ പാരായണം ചെയ്യുക ശരിയാണ്. 2. തൗബ സൂറത്ത് ഓതുമ്പോൾ അഊദ് ഒഴിവാക്കുക. അത് തെറ്റാണ്. അഊദ് ഓതണം, ബിസ്മിയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. ചോദ്യം 3:
തിലാവത്തിൻ്റെ സുജൂദിന് സൗകര്യം ലഭിക്കാത്തവൻ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് 4 തവണ പറയുക. ശരിയാണ്. തിലാവത്തിൻ്റെ സുജൂദിന് സൗകര്യമാവാത്തവൻ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് 4 തവണ പറയുക. ചോദ്യം 4. തൗബ സൂറത്തിൽ ബിസ്മി ഓതുക. തെറ്റാണ്. തൗബ സൂറത്തിൽ ബിസ്മി ഇല്ല, അതുകൊണ്ട് ബിസ്മി ഓതലില്ല. 5. ഓത്ത് കേൾക്കുന്നവർ അശ്രദ്ധനായിരിക്കുക. അത് തെറ്റാണ്. ഓത്ത് കേൾക്കുന്നവൻ ശ്രദ്ധയുള്ളവനായിരിക്കും. നല്ല ശ്രദ്ധയോടുകൂടി ഓത്ത് കേൾക്കുക. 6. ഖുർആൻ ക്ലാസ്സിൽ തമാശ ചിരി ഒഴിവാക്കുക. ശരിയാണ്. ഖുർആൻ ക്ലാസ്സിൽ തമാശ പറയരുത്, ചിരിയും പാടില്ല. ഇതെല്ലാം ഒഴിവാക്കണം. 7. അശുദ്ധിയോടെ ഖുർആൻ ഓതുക. അശുദ്ധിയോടെ ഖുർആൻ ഓതുക. അത് തെറ്റാണ്. ശുദ്ധിയോടുകൂടിയാണ് ഖുർആൻ ഓതേണ്ടത്. തദ്രീബാത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് നിങ്ങളുടെ ക്ലാസ്സിൽ ഖുർആൻ പഠിക്കുമ്പോൾ പാലിക്കുന്ന 5 മര്യാദകൾ നിരീക്ഷിച്ച് എഴുതുക. നമ്മുടെ ഖുർആൻ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പാലിക്കുന്ന 5 മര്യാദകൾ നമുക്ക് നോക്കാം. 1. ഖിബിലയിലേക്ക് തിരിഞ്ഞ് ഖുർആൻ പാരായണം ചെയ്യും. അത് ഒരു മര്യാദയാണ്. 2. ശുദ്ധിയോടെ ഖുർആൻ ഓതും. ശുദ്ധിയോടുകൂടി ഖുർആൻ ഓതും. 3. തല മറക്കും. 4. മനോഹരമായ ശബ്ദത്തിലും ശൈലിയിലും ഓതും. 5. അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയും താഴ്മയും ഭക്തിയും ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് 5 മര്യാദകളായി. ഈ മര്യാദകളെങ്കിലും പാലിച്ചുകൊണ്ട് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. പരീക്ഷയിൽ ഉന്നത വിജയം നേടി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.